പ്ലസ് 1 മാത്സിലെ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആദ്യത്തെ വീഡിയോയിൽ മെട്രിക്സ് എന്താണ്, ടൈപ്സ് ഓഫ് മെട്രിക്സ്, മെട്രിക്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് വീഡിയോസോ അതൊക്കെ കണ്ടിട്ട് വരാം. സോ ദെൻ ഇന്ന് ജസ്റ്റ് അഡീഷൻ്റെ പ്രോപ്പർട്ടീസ്, ഈക്വാലിറ്റി, മെട്രിക്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, ബി, സി, എക്സ്, വൈ ആൻഡ് സെഡ്. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഒന്നുമില്ല, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ, ആദ്യത്തെ മെട്രിക്സിൽ ഈ പൊസിഷനിൽ A11 എന്ന് പറയുന്ന പൊസിഷൻ, ഇവിടെ ഈ മെട്രിക്സിൽ ഏതാണ് A11, അതായത് അവിടെ ഏത് എലമെൻ്റ് ആണോ ഉള്ളത് അത് അതേപോലെ x+3 എന്തിന് ഈക്വലാണ്? 0ന് ഈക്വലാണ്. അതേപോലെ രണ്ടാമത്തെ എലമെൻറ്റ് z+4 എന്തിന് ഈക്വലാണ്? 6ന് ഈക്വലാണ്. 2y - 7 എന്തിന് ഈക്വലാണ്? 3y - 2ന് ഈക്വലാണ്. ആദ്യം ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാം. സോ x+3 = 0 ആണെന്നുണ്ടെങ്കിൽ x എന്താണ്? 3 ആണ്. സോറി, -3 ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ -3 ആണ്. ദെൻ z+4 = 6 ആണെന്നുണ്ടെങ്കിൽ z എത്രയായിരിക്കും? 6 - 4 = 2 ആയിരിക്കും. z-4 = 2 ആയിരിക്കും. ദെൻ 2y - 7 = 3y - 2 ആണെന്നുണ്ടെങ്കിൽ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. -7 + 2 = 3y - 2y -5 = y. y = -5. അപ്പോൾ എക്സും വൈയും സെഡും കിട്ടി. ഇനി എ ബി സി കിട്ടാനേ ഉള്ളൂ. സോ എ ബി സി കിട്ടാൻ എന്ത് ചെയ്യാം? എ വരുന്നത് ഇവിടെ A-1, ഇതേ പ്ലേസിൽ ഇവിടെ ഉള്ളത് -3. അത് അതേപോലെ ചെയ്ത് നോക്കുക. -1 = A-1 = -3. അപ്പോൾ ദെൻ A = -3 + 1, A = -2. ഓക്കെ, ദെൻ 2c + 2 = 0. 2c ഈ 0 ഇവിടെ 2c + 2. 2c + 2 = 0. 2c + 2 = 0. 2c = -2, c = -1. എയുമായി സിയുമായി. ഇനി b-3 ഇതേ പൊസിഷനിലുള്ളത് ഇവിടെ 2b + 4. b-3 = 2b + 4. സോ ഇവിടെ 4നെ അങ്ങോട്ട് കൊണ്ടുവരുന്നു, -3 - 4 = 2b. ഈ ബിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു, -b. -7 = b, അതായത് a എത്ര? -7. a = -2, b = -7, c = -1. x എത്ര കിട്ടിയിരുന്നത്? x = -3, y = -5, z = 2. ഓക്കെ, ഇതാണ് വാല്യൂസ്. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ വേ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുക? ഇതേപോലെ തന്നെ സോൾവ് ചെയ്യുക. 2a + b = 4, ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്തത് a - 2b = -3, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ വേരിയബിൾസ് എയും ബിയും ആണ്. സോ ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ കോമൺ ആയിട്ട് വരണം. അതിനെന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2a 4a + 2b = 8 എന്നാവും. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ
1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എ മൈനസ് 2b ഈക്വൽ ടു -3 ആവും. ദെൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 ഇതിന് ഇക്വേഷൻ 2 കൊടുക്കുക, ഇതിന് ഇക്വേഷൻ 1 കൊടുക്കുക. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 മൈനസ് ചെയ്യുക. അപ്പം എന്താവും? അല്ലെങ്കിൽ വേണ്ട, 4a ഇക്വേഷൻ 1 2 തന്നെ മൈനസ് ചെയ്യുമ്പോൾ 3a ഈക്വൽ ടു 8 മൈനസ് -3 എന്ന് പറയുന്നത് എന്താണ്? 8 മൈനസ് -3 a ഈക്വൽ ടു 11/3. a ഈക്വൽ ടു 11/3 ആണ് കിട്ടുക. ഓക്കെ. സോ സിമിലർ വേ സിയും ഡിയും കാണാം. അതിനെന്താ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുക. 5c മൈനസ് ഡി ഈക്വൽ ടു 11. 5c മൈനസ് ഡി ഈക്വൽ ടു 11 and 4c plus 3d ഈക്വൽ ടു 24. 4c plus 3d ഈക്വൽ ടു 24 അല്ലേ? യെസ്. അപ്പം ഈ ഇക്വേഷനെ ഏതെങ്കിലും ഒരു വേരിയബിൾ എന്താക്കുക? കോമൺ ആക്കുക. കോമൺ ആക്കാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം 5 3s are 15c minus 3d equal to 33. ഇവിടെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 4c പ്ലസ് 3d ഈക്വൽ ടു 24. അപ്പം ഇവിടെ എന്താണ്? ഡി എന്ന് പറയുന്ന വേരിയബിൾ കട്ടായി പോവും. അതായത് എന്താണ്? സെയിം ആയില്ലേ? കട്ടായി പോവും. ദെൻ ഈ ഇക്വേഷനെ 3 എന്നും ഈ ഇക്വേഷനെ 4 എന്നും വിളിച്ചാൽ 3 എന്ന് 4 മൈനസ് ചെയ്താൽ 15 മൈനസ് 4 എത്രയാ? 11. 11c ഈക്വൽ ടു 33 മൈനസ് 24. 33 മൈനസ് 24 എത്ര? 9. അപ്പോൾ സി എന്ന് പറയുന്നത് 9/11. ഈ വാല്യൂസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? എൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ 11/3 മൈനസ് 2b ഈക്വൽ ടു -3. അപ്പം -2b ഈക്വൽ ടു -3 മൈനസ് 11/3. ഇത് സോൾവ് ചെയ്യുക. ബിൻ്റെ വാല്യൂ പറയാം, കമൻറ്റ് പറയാം. സിമിലർലി ഈ സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. സപ്പോസ് 4c പ്ലസ് 3d ഈക്വൽ ടു 24 എന്ന് പറയുന്ന ഇക്വേഷനിൽ 4 ഇൻറ്റു സി 9/11 പ്ലസ് 3 ഇൻറ്റു ഡി ഈക്വൽ ടു 24. അപ്പോൾ 36/11 പ്ലസ് 3d ഈക്വൽ ടു 24. 3d ഈക്വൽ ടു എന്താവും? 24 മൈനസ് 36/11. സോൾവ് ചെയ്യുക. ഡീൻ്റെ വാല്യൂ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് ഇക്വാലിറ്റി മെട്രിക്സ് വെച്ച് റെയറായിട്ട് മാത്രം ആനുവൽ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ട് 3/2 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ഈസ് ഗിവൺ ബൈ aij 1/2 ഇൻറ്റു മോഡ് i മൈനസ് 3j. മോഡിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാലും എന്താണ്? പ്ലസ് എന്നാണ്. സോ അത് ആദ്യം ഓർമ്മ ഉണ്ടാവണം. ആദ്യം 3/2 മെട്രിക്സ്. നമ്മുടെ മെട്രിക്സ് എങ്ങനെ ആയിരിക്കും? a11 a12 a21 a21 a22 a31 a32 ഇങ്ങനെ ആയിരിക്കും നമ്മൾ മെട്രിക്സ് ഉണ്ടാവുക. സോ ഈ പൊസിഷനിലൊക്കെ എന്താണ് ടേം എന്നുള്ളതാണ് അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ a11 എന്താണ്? 1/2 ഇൻറ്റു അതിൻ്റെ പ്ലേസിൽ 1, ജെൻ്റെ പ്ലേസിൽ 1. അപ്പം 1 മൈനസ് 3 ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു 2 ആണ് വരിക. മൈനസോ പ്ലസോ എന്നുള്ളത് മൈൻഡ് ആക്കണ്ട. അപ്പം 1 ആണ് ആൻസർ. a12 1/2 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് 6 5. -5 ആണ്. 5 എന്ന് എഴുതാം. 5/2 ആണ് ആൻസർ. a21 1/2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 1 ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡ് 2 മൈനസ് 3 ഈക്വൽ ടു എന്താണ് വരിക? 2 മൈനസ് 3
1 ആണ്, 1/2 ആയിരിക്കും ആൻസർ വരിക. സിമിലർലി A22 equal to 1/2 into mod 2 minus 3 into 2 equal to 1/2 into 2 minus 6 equal to 1/2 into 4/2 2 ആണ് ആൻസർ വരിക. A31 equal to 1/2 into mod 3 minus 3 into 1 equal to 1/2 into 3 minus 3 equal to 0. Then last term A32 equal to 1/2 into 3 minus 2 into 3 അല്ലേ. അപ്പം 1/2 into mod 3 minus 6 equal to എത്രയാണ് വരിക? 3/2. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രിക്സിലെ ഉള്ള വാല്യൂസ് ഏതൊക്കെയാണ്? A11 എന്ന് പറയുന്നത് 1ഉം 5/2. എ എന്ന് പറയുന്ന മെട്രിക്സിൽ 1 5/2 1/2 2 1/2 2 then 0 3/2 0 3/2. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സിലെ വാല്യൂസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ചെയ്ത് നോക്കാം. 2/2 മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പം മെട്രിക്സ് എന്തായിരിക്കും? A11 A12 A21 A22 ഈ ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ്. സോ ആദ്യം വാല്യൂസ് ടേംസ് ഏതൊക്കെയാണെന്നുള്ളത്. A11 1 + 1 whole square by 2 equal 2 square 4/2 equal to 2. A12 1 + 2 square by 2 equal to 3 square 9/2. A21 2 + 1 square by 2 3 square 9/2. A22 2 + 2 square by 2 4 square 60/2 8. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്തായിരിക്കും? നമ്മുടെ മെട്രിക്സ് ഇതായിരിക്കും 2 9/2 9/2 8. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് എന്ത് ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് ഇതിൽ അഡീഷൻ മാത്രമേ ഇന്നിപ്പോൾ പറയുന്നുള്ളൂ. ജസ്റ്റ് സിമ്പിളാണ് അഡീഷൻ. ഒരു 2 മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ A+B ഈ 2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സാധാ 1 + 2 = 3 അല്ലെങ്കിൽ 3 + 2 = 5 എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് മെട്രിക്സ്. പക്ഷേ മെട്രിക്സിൻ്റെ പൊസിഷൻ തമ്മിൽ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ √3 ഇതേ പൊസിഷനിലുള്ള മെട്രിക്സ് ഏതോ അതാണ് ആഡ് ചെയ്യുന്നത്. √3 + 2 എന്താണ്? 2 + √3. 1 + √5 1 + √5 അതങ്ങനെ തന്നെ ഇതാ. -1 + 1 0 2 + -2 0 3 + 3 6 0 + 1/2 1/2. അപ്പോൾ ഇതാണ് കാര്യം. ഇത്രേ ഉള്ളൂ മെട്രിക്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെട്രിക്സ് ആഡ് ചെയ്യാൻ കഴിയാത്ത കേസ് ഉണ്ട്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ കേസ് എടുത്ത് നോക്കുക. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്, അറിയാം. അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ്. ഇവിടെ എന്താണ്? ഈ 2 മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയൂല. കാരണം എന്താണ്? ഈ 2 മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ അല്ലേ? ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈ 2 മെട്രിക്സ് എന്താണ്? നമുക്ക് A+B എന്ന് പറയുന്ന ഒരു സംഭവം എന്താ? ഡിഫൈൻ ചെയ്യാൻ കഴിയൂല. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഓർഡർ സെയിം ആവണം. ഓർഡർ സെയിം അല്ലാത്ത മെട്രിക്സിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. സപ്പോസ് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്ക്, A+B
എ പ്ലസ് ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഇതുവരെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ബാലൻസ് ഉണ്ടാ ഈ 3യും 1ഉം കപ്പിയാവും അല്ലേ, വെറുതെ നിൽക്കേണ്ടി വരില്ലേ. അപ്പോൾ അതെന്താണ്, അഡീഷൻ ഇവിടെ പോസിബിൾ അല്ല. അതിനെന്താണ്, ഓർഡർ ഈക്വൽ ആവണം. ഓക്കെ, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ. സ്കേലാർ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മെട്രിക്സ് ഒരു കോൺസ്റ്റൻറ്റും ആയിട്ട്, സപ്പോസ് 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും ആയിട്ട് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്, 3a ആയിരിക്കും വരാം. അപ്പോൾ ഈ മെട്രിക്സ് എന്തായിരിക്കും, എല്ലാ ടേമും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9, 3 1.5 × 3 എന്ന് പറയുമ്പോൾ 4.5, 3√5, 21 -9 6 0 15. ഓക്കെ, ഇതാണ് ഒരു സ്കേലാർ ആയിട്ട് മൾട്ടിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് മൈൻഡിൽ ഉണ്ടാവണം. ചില എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ തിയറി ബേസിസിൽ ചോദിക്കാമെന്നല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ചില പ്രോബ്ലംസ് വരുമ്പോൾ ഇത് മൈൻഡിൽ ഉണ്ടാവണം. സോ പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിക്സ് അഡീഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളതാണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്തോ ആ വാല്യൂ തന്നെ ആയിരിക്കും ബി പ്ലസ് എ. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന മാട്രിക്സ് എ ഐ ജെ ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മാട്രിക്സ് സ്മോൾ ലെറ്റർ ബി ഐ ജെ ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കും, എ ഐ ജെ പ്ലസ് ബി ഐ ജെ ആയിരിക്കും. അതേപോലെ ബി പ്ലസ് എ എന്തായിരിക്കും, ബി ഐ ജെ പ്ലസ് എ ഐ ജെ ആയിരിക്കും. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് പറഞ്ഞു, അസോസിയേറ്റീവിൽ 3 മെട്രിക്സ് വരും, എ ബി സി എന്ന് പറയുന്ന മെട്രിക്സ് വരും. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്തോ ആ വാല്യൂ തന്നെ ആയിരിക്കും എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോഴും കിട്ടുക എന്നുള്ളതാണ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് നേരത്തെ പറഞ്ഞ പോലെ എ ഐ ജെ ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് ബി ഐ ജെ, സി എന്ന് പറയുന്ന മെട്രിക്സ് സി ഐ ജെ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, അതായത് ബി പ്ലസ് സി, അതായത് എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് അസോസിയേറ്റീവ്. അപ്പം മാട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. ഇനി ഒന്നുമില്ല, ഇനി എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. മൂന്നാമത്തെ പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. സാധാരണ രീതിയിൽ മാട്രിക്സ് അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പർ 1+0 അല്ലെങ്കിൽ 2+0 എന്താണ്, 1 തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് 2 തന്നെയാണ്. അതായത് 0നെ കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ നമ്പറാണ് കിട്ടുക. ഇനി തല തിരിച്ച്, അതായത് ഉൾട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് 0+1 എന്താണ്, 1 തന്നെ ആണ്, അല്ലെങ്കിൽ 0+2 എന്താണ്, 2 തന്നെയാണ്. അതേപോലെ തന്നെയാണ് മാട്രിക്സിൻ്റെ കേസിലും. അതായത് എന്താണ്, എ എന്ന് പറയുന്ന മാട്രിക്സ് 0നോട് ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തോ അത് തന്നെയാണ് 0+a ചെയ്താലും കിട്ടുക എന്നുള്ളതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഇതേപോലെ ഇൻവേഴ്സ്, അതായത് ഈ എ മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് നാലാമത്തെ പ്രോപ്പർട്ടി അതാണ്. നാലാമത്തെ പ്രോപ്പർട്ടി
എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു നമ്പറിൻ്റെ കേസ് പറയുകയാണെന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്പർ ആ നമ്പറിൻ്റെ നെഗറ്റീവ് ആയിട്ട് ആഡ് ചെയ്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി നേരെ തിരിച്ച് ആ നമ്പറിൻ്റെ നെഗറ്റീവ് 1 ആയിട്ട് ആ പോസിറ്റീവ് നമ്പറുമായിട്ട് ആഡ് ചെയ്താലും 0 ആയിരിക്കും. ഇനി അത് ഏത് നമ്പർ എടുത്താലും എന്താണ്? ഇതേപോലെ തന്നെയാണ് വരിക. സോ അതേ കണക്ക് തന്നെയാണ് എന്ത് നമ്മളെ മാട്രിക്സിലും വരിക. അതായത് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ. ഓക്കെ, മൈനസ് എ പ്ലസ് എ. അപ്പോൾ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ചില എൻട്രൻസിന് ഇതൊക്കെ എന്താണ് ഓപ്ഷൻ ടൈപ്പായിട്ട് ചോദിക്കലുണ്ട്. ചിലപ്പം ബോർഡ് എക്സാമിന് ഒരു മാർക്കിനൊക്കെ ഈ ജസ്റ്റ് പെട്ടിയിലാക്കി വെച്ചെങ്കിലും ഓർമ്മയിലുണ്ടാവണം. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടാവും. 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. പിന്നെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ആ നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക എന്നുള്ളതാണ്. സോ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്ത